Hi, my dear students. Welcome to Farid College Mathematics online classes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഫാക്ടേഴ്സ്, എന്താണ് സൊല്യൂഷൻ എന്നൊക്കെ പഠിച്ചു. എന്നിട്ട് എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് അതിനൊരു പ്രൊസീജിയർ പഠിച്ചു. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നിന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു പ്രൊസീജിയർ പഠിച്ചു. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക, ദെൻ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഫാക്ടർ തിയറം എന്താണെന്ന് പഠിച്ചു തുടങ്ങി അല്ലേ? അപ്പോൾ ഫാക്ടർ തിയറത്തിൽ നമ്മൾ പഠിച്ചു നിർത്തിയേക്കുന്നത് എന്താണ്? ഇഫ് പി ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ, പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ബഹുപദമാണ്, ആൻഡ് എ ബി എ നമ്പർ, എ എന്ന് പറയുന്നത് ഒരു സംഖ്യയാണെങ്കിൽ x minus a is factor of p of x minus p of a. Okay, p of x എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആലോചിക്കുക. a എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ x minus a is a factor. x minus a is a factor of p of x minus p of a. Okay, x minus a is a factor of p of x minus p of a. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ കാര്യം. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട്, ഈ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് എന്താണ് ഫാക്ടർ തിയറം, അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പി ഓഫ് എക്സിന് എടുക്കുകയാണ്, എക്ക് ഒരു വാല്യൂ എടുക്കുകയാണ്. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എടുക്കുന്നു. എയുടെ വാല്യൂ ആയിട്ട് എന്തെടുക്കുന്നു? 3 എടുക്കുന്നു. പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. a ഈക്വൽ ടു എന്തെടുത്തു? 3 എന്നെടുത്തു. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് വെച്ചുകൊണ്ട് എന്ത് പറയാം? x മൈനസ് a, എയുടെ സ്ഥാനത്ത് ഇവിടെ 3 അല്ലേ? അപ്പോൾ x മൈനസ് 3 ഈസ് എ ഫാക്ടർ ഓഫ്, x മൈനസ് 3 ഈസ് എ ഫാക്ടർ ഓഫ് p of x minus p of 3. x minus 3 is a factor of p of x minus p of 3. ഓക്കെ, ഇനി നമുക്ക് p of 3 എന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്ത് വരും p of 3? x എടുക്കുന്നിടത്തുനിന്ന് 3 ഇട്ട് നോക്കി. 3 സ്ക്വയർ മൈനസ് 5 into 3 പ്ലസ് 6. 3യുടെ സ്ക്വയർ എത്രയുടെ? 9 മൈനസ് 5 into 3 15 പ്ലസ് എന്തെന്ന് വരുന്നു? 6. 9ഉം 6ഉം കൂടെ കൂട്ടിയാൽ 15 മൈനസ് 15. 15 മൈനസ് 15 എത്രയെന്ന് കിട്ടാം? 0. അപ്പൊ p of 3 എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പൊ ഇതെങ്ങനെ മാറും? p of x മൈനസ് p of 3 അല്ലേ? അപ്പൊ p of x മൈനസ് 0, p of x മൈനസ് 0 എന്ത് കിട്ടും? p of x എന്ന് തന്നെ കിട്ടത്തില്ലേ? ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? x മൈനസ് 3 is a factor of p of x. x minus 3 is a factor of p of x. ഇപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചൊരു കാര്യം ചെയ്തില്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫാക്ടർ തിയറം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫാക്ടർ തിയറത്തിന് ഒരു ഡെഫിനിഷൻ വേണ്ടേ? ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. x മൈനസ്, ഇപ്പൊ നമ്മൾ p of x എന്നൊരു പോളിനോമിയൽ എടുക്കുന്നു. a എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, എന്നിട്ട് p of a യുടെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. p of a യുടെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം x minus a is a factor of p of x. Let p of x is a x be a polynomial and a be a number. p of x എന്ന് പറയുന്നത് ഒരു ബഹുപദമാണ്, a എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്. p of a equal to 0. p of a എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം x minus a is a factor of p of x. x minus a എന്ന് പറയുന്നത് p
പി ഓഫ് എക്സിന്റെ എന്തായിരിക്കും? ഫാക്ടർ ആയിരിക്കും. എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. എപ്പോഴാണ്? പി ഓഫ് എ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോ പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. പി ഓഫ് എ കണ്ടുപിടിക്കുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് മൈനസ് എ ഈസ് ദി ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന ബഹുപദവും എ എന്ന നമ്പറും നമ്മൾ എടുക്കുകയാണെങ്കിൽ പി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിന്റെ ഒരു ഘടകമായിരിക്കും. ഓക്കെ, പി ഓഫ് എ എന്താവണം? 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് മൈനസ് എ എന്താണ്? പി ഓഫ് എക്സിന്റെ ഒരു ഘടകമാണ്. ഇപ്പോ ഞാൻ പറഞ്ഞ സെന്റൻസ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യം, അതിനെയാണ് നമ്മൾ ഫാക്ടർ തിയറം എന്ന് വിളിക്കുന്നത്. ഓക്കെ, പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ, എ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, പി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിന്റെ ഫാക്ടർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഫാക്ടർ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഫാക്ടർ തിയറം. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 5x മൈനസ് 2 ആൻഡ് എ ഈക്വൽ ടു 2. പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? 3x സ്ക്വയർ മൈനസ് 5x മൈനസ് 2 ആണ്. എ ഈക്വൽ ടു എന്താണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2. ഓക്കെ, ഇതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? x minus 2. x minus 2 is a factor of p of x minus p of 2. അടുത്ത നമുക്ക് p of 2 എന്ന് കണ്ടുപിടിച്ച് നോക്കാം. p of 2 എന്ത് വരും? 3 into 2 square minus 5 into 2. p of 2 എന്താണ് വരുന്നത്? 3 into 2 square minus 5 into 2 minus 2 into square 4 into 3 12. 5 into 2 10 minus 2. അപ്പോൾ 12 minus 10 minus 2 കൂടെ ആകുമ്പോൾ minus 12 equal to 0. അപ്പോൾ p of 2 എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. ഇതിൽ നമുക്ക് എന്ത് പറയാം? x minus 2 is a factor of p of x. x minus 2 എന്ന് പറയുന്നത് എന്തിന്റെ ഫാക്ടർ ആയിട്ട് മാറുന്നു? p of x ന്റെ ഫാക്ടർ ആയിട്ട് മാറും. അപ്പൊ തിയറം ഞാൻ ഒന്നുകൂടെ പറയാം. p of x എന്നൊരു പോളിനോമിയൽ എടുക്കുന്നു, a എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുന്നു. p of a equal to 0 ആണെങ്കിൽ x minus a എന്ന് പറയുന്നത് p of x ന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. x minus a will be a factor of p of x. എപ്പോഴാണ്? p of a equal to 0 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിന്റെ അകത്ത് തന്നിരിക്കുന്ന എക്സസൈസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പേജ് നമ്പർ 240 എടുക്കുക. പേജ് നമ്പർ 240. അതിലൊരു 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യന് 4 പാർട്ട് ഉണ്ട്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. ഇൻ ഈച്ച് പെയർ ഓഫ് പോളിനോമിയൽ ഗിവൺ ബിലോ. ചുവടെ തന്നിരിക്കുന്ന ഓരോ പെയർ ഓഫ് പോളിനോമിയൽ, ഇപ്പൊ 2 എണ്ണം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദി ഫസ്റ്റ്. ആദ്യത്തിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. എന്തിനാണ്? the first to get a polynomial for which the second is a factor. രണ്ടാമത് കൊടുത്തിരിക്കുന്ന പോളിനോമിയൽ ഒന്നാമത്തതിന്റെ ഫാക്ടർ ആവണമെങ്കിൽ ഒന്നാമത്തെ പോളിനോമിയൽ നിന്ന് ഏത് നമ്പർ ആണ് കുറയ്ക്കേണ്ടത് അത് കണ്ടുപിടിക്കുക. ഓക്കെ, then find also the second factor of the polynomial. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കണം. got on subtracting the number. ഒരു നമ്പർ കുറയ്ക്കുമ്പോൾ രണ്ടാമത്തെ പോളിനോമിയൽ ഫാക്ടർ ആയിട്ട് മാറത്തില്ലേ? ഒരു ഫാക്ടറിലേ കിട്ടിയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണ് രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്? അതുപോലെ ഏത് നമ്പർ ആണ് കുറയ്ക്കേണ്ടത്? ഓക്കെ, ആ മോഡൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്.
എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. രണ്ടാമത്തെ പോളിനോമിയൽ ഏതാണ്? എക്സ് മൈനസ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു നമ്പർ മൈനസ് ചെയ്ത എക്സ് മൈനസ് 4 എന്തായിട്ട് മാറ്റിയെടുക്കണം? ഒരു ഫാക്ടർ ആയിട്ട് മാറ്റിയെടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ ഫാക്ടർ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. പി ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതുക? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. പി ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് എടുക്കുക? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. ഓക്കെ, അടുത്ത എക്സ് മൈനസ് 4 അല്ലേ തന്നേക്കുന്നേ? അതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മള് തിയറം പറഞ്ഞത് എന്താ? എക്സ് മൈനസ് എ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇവിടെ എക്സ് മൈനസ് 4. അപ്പൊ എക്സ് മൈനസ് എ എക്സ് മൈനസ് 4 കമ്പയർ ചെയ്താൽ എയുടെ വാല്യൂ എന്തെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. കമ്പയർ ചെയ്താൽ എയുടെ വാല്യൂ എന്തെന്ന് കിട്ടുന്നു? 4 എന്ന് കിട്ടും. ഓക്കെ, അതല്ല ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ പോളിനോമിയൽ ഉണ്ടോ എക്സ് മൈനസ് 4 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പൊ എക്സ് മൈനസ് 4 ആണ് രണ്ടാമത് നിൽക്കുന്ന പോളിനോമിയൽ, അത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അങ്ങനെ എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടും? 4. അതായിരിക്കും എന്തിന്റെ വാല്യൂ? എയുടെ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? അത് കണ്ടുപിടിക്കണം. അതിന് പി ഓഫ് 4 കണ്ടുപിടിച്ചാൽ മതി. അതായത് എയുടെ വാല്യൂ എന്താണോ അത് എവിടെ ഇട്ട് കൊടുക്കുക? എക്സിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കൊരു ആൻസർ, ഒരു നമ്പർ കിട്ടത്തില്ലേ? ആ നമ്പർ വേണം നമ്മൾ എന്തിൽ നിന്ന് കുറയ്ക്കാൻ? പി ഓഫ് എക്സിൽ നിന്ന് കുറയ്ക്കാൻ. ഓക്കെ, അപ്പോ ഏത് കണ്ടുപിടിക്കണം? പി ഓഫ് 4. എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് എടുക്കുന്നിടത്ത് 4 കൊടുത്താൽ 4 സ്ക്വയർ മൈനസ് 3 into 4 പ്ലസ് 5. 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 മൈനസ് 12 പ്ലസ് 5. 16 5 കൂടെ കൂട്ടിയാൽ 21 മൈനസ് 12 ഈക്വൽ ടു എന്ത് കിട്ടും? 21 മൈനസ് 12 9. അപ്പൊ പി ഓഫ് 4 ന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 9 എന്ന് കിട്ടി. അപ്പൊ ഇനി നമുക്ക് എഴുതാം 9 should be subtracted. അപ്പൊ എന്ത് ചെയ്യണം? 9 വേണം നമുക്ക് ഇവിടെ സബ്ട്രാക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നു? 9 എന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. 9 എന്ന് പറയുന്ന നമ്പർ ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത് കണ്ടുപിടിച്ചേ ഉള്ളൂ. ഏത് നമ്പർ ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ഫാക്ടർ വേണം. അതായത് പി ഓഫ് എക്സിൽ നിന്ന് ഈ 9 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു പോളിനോമിയൽ കിട്ടത്തില്ലേ? അതിന്റെ ഒരു ഫാക്ടർ ഏതാണ്? എക്സ് മൈനസ് 4. രണ്ടാമത്തെ ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ അല്ലേ? ഇതിൽ നിന്ന് ഏത് നമ്പർ മൈനസ് ചെയ്യണമെന്നാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? 9. അപ്പൊ ഇതിൽ നിന്ന് 9 മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു പോളിനോമിയൽ കിട്ടും, ശരിയല്ലേ? അപ്പൊ അത് ഞാൻ ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാണ്. പേരൊന്ന് ചെറുതായിട്ട് മാറ്റി. പുതിയൊരു പോളിനോമിയൽ ആയതുകൊണ്ട് ക്യൂ ഓഫ് എക്സ് എന്ന് കൊടുത്തേ. എങ്ങനെ എടുക്കാം? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 മൈനസ് 9. പി ഓഫ് 4 എന്താണോ കിട്ടിയത് അതെന്ത് ചെയ്യുക? പി ഓഫ് എക്സിൽ നിന്ന് മൈനസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ് ഇത്രേ ഉള്ളൂ. ഓക്കെ, മൈനസ് ചെയ്താൽ എന്താ കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 5 മൈനസ് 4 9 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ക്യൂ ഓഫ് എക്സ് എന്തെന്ന് കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കണ്ടേ? എങ്ങനെയാണ് രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കുക? സിമ്പിൾ ആണ്. ഇതിനെ എങ്ങനെ എടുക്കുക? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എന്തെന്ന് എഴുതുക? എക്സ് മൈനസ് ബി. അതിൽ ഒരെണ്ണം ഓൾറെഡി നമുക്കറിയാം. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്നാണ് എഴുതേണ്ടത്. അതിലൊരു ഫാക്ടർ നമുക്കറിയാം. എന്താണ് കിടക്കുന്നത്? എക്സ് മൈനസ് 4. അടുത്തത് എന്തെന്ന് എടുക്കുക?
എക്സ് മൈനസ് എ. അപ്പോ ഈ കിടക്കുന്ന ഫാക്ടറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും എന്ന് പറയുന്നു. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 ഈക്വൽ ടു ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തൂടെ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സും മൈനസ് എയും കൂടെ ആകുമ്പോ മൈനസ് എ എക്സ്, മൈനസ് 4ഉം എക്സും കൂടെ ആയാൽ മൈനസ് 4x. ഇനി മൈനസ് 4ഉം മൈനസ് എയും കൂടെ ആകുമ്പോഴോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4a. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നിങ്ങൾ കൂടുതലൊന്നും നോക്കണ്ട. ഇവിടുത്തെ കോൺസ്റ്റന്റും അവിടുത്തെ കോൺസ്റ്റന്റും എടുക്കുക. ഇവിടെ കിടക്കുന്ന കോൺസ്റ്റന്റ് ഏതാ? -4. ഇവിടെ വന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ഏതാ? 4a. അതായത് എക്സ് ഇല്ലാത്ത ടൈം, രണ്ട് സൈഡിലും എക്സ് ഇല്ലാത്ത ടൈം എടുക്കുക. ഇവിടെ എക്സ് ഇല്ലാത്ത -4, ഇവിടെ എക്സ് ഇല്ലാത്ത എന്താണ്? 4a. അത് ഇക്വേറ്റ് ചെയ്യുക. 4a ഈക്വൽ ടു -4. ഇവിടെ നമുക്ക് a യുടെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ എഴുതാം? -4/4 ഈക്വൽ ടു -1. a യുടെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി? -1 എന്ന് കിട്ടി. ആണ് ഈ സെക്കൻഡ് ഫാക്ടർ. എങ്ങനെ എഴുതാം? സെക്കൻഡ് ഫാക്ടർ നമ്മൾ എന്താ സെക്കൻഡ് ഫാക്ടർ എടുത്തേക്കുന്നേ? x മൈനസ് എ എന്നല്ലേ. ഒരു ഫാക്ടർ ഏതാ? x മൈനസ് 4. രണ്ടാമത്തെ ഫാക്ടർ ഏതാണ്? x മൈനസ് എ ഈക്വൽ ടു x മൈനസ് എ യുടെ വാല്യൂ എന്ത് കിട്ടി? -1. രണ്ട് മൈനസ് ഒരുമിച്ച് വന്നാ അപ്പൊ സെക്കൻഡ് ഫാക്ടർ എന്തെന്ന് കിട്ടി? x പ്ലസ് 1. അപ്പൊ ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? x മൈനസ് 4. സെക്കൻഡ് ഫാക്ടർ എന്താണ്? x പ്ലസ് 1. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് p of x, ആദ്യത്തെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇല്ലേ, അത് p of x എന്ന് എടുക്കാം. രണ്ടാമതേക്കുന്ന പോളിനോമിയൽ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് x ന് ഒരു വാല്യൂ കിട്ടത്തില്ലേ, അത് എന്തെന്ന് എടുക്കുക? a എന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? p of x ല x ന്റെ അടുത്ത് എന്ത് ഇട്ട് കൊടുക്കുക? a ഇട്ട് കൊടുക്കുക. അതായത് a എന്ന് പറഞ്ഞ നമ്പർ ഇട്ടത്തില്ലേ, അത് ഇട്ട് കൊടുക്കുക. ആ നമ്പർ ഇട്ട് കൊടുക്കുമ്പോ നമുക്ക് ആൻസർ ആയിട്ട് ഒരു നമ്പർ കിട്ടത്തില്ലേ, ആ നമ്പർ വേണം ഏതിൽ നിന്ന് മൈനസ് ചെയ്യാൻ? p of x ൽ നിന്ന് മൈനസ് ചെയ്യാൻ. അപ്പൊ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി എങ്ങനെ രണ്ടാമത്തെ പാർട്ട് കണ്ടുപിടിക്കുന്നേ? p of x ൽ നിന്ന് നമുക്ക് കിട്ടിയ നമ്പർ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പുതിയൊരു പോളിനോമിയൽ കിട്ടും. അത് ഞാൻ എന്തെന്ന് എടുത്തു? q of x എന്ന് എടുത്തു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുന്നു. അതില് ഒരെണ്ണം ഏത് തന്നെയാണ്? നമ്മുടെ ക്വസ്റ്റ്യന് തന്നേക്കുന്നതാണ്. അടുത്ത എന്തെന്ന് ആലോചിക്കുക? x മൈനസ് എ. മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് സൈഡിലെ കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ a യുടെ വാല്യൂ കിട്ടും. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഫാക്ടർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇനി ഒരു 3 പാർട്ടും കൂടെ ഉണ്ട്. അത് മൊത്തം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോ p of x എന്ന പോളിനോമിയൽ എന്തെന്ന് കിട്ടി? എന്താണ് തന്നിരിക്കുന്നത്? p of x എന്ന പോളിനോമിയൽ x സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. ഓക്കെ, ദെൻ അടുത്ത എന്താ? x പ്ലസ് 4. അതാണ് ഒരു ഫാക്ടർ, അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട പോളിനോമിയൽ x പ്ലസ് 4 ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ടാമത്തെ പോളിനോമിയൽ എടുക്കുക, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. +4 അപ്പുറത്തുമ്പോൾ എന്താകും? -4. അപ്പൊ x ഈക്വൽ ടു എന്തെന്ന് വരുന്നു? -4. ഇനി നമ്മൾ ചെയ്യേണ്ടത് p of -4 കണ്ടുപിടിക്കുക. എന്താണോ കിട്ടുന്ന ആൻസർ, ആ നമ്പർ വേണം ഏതിൽ നിന്ന് മൈനസ് ചെയ്യാൻ? p of x ൽ നിന്ന് മൈനസ് ചെയ്യാൻ. അപ്പൊ p of -4 എന്ത് വരും? -4 ന്റെ സ്ക്വയർ -3 × -4 പ്ലസ് 5. -4 ന്റെ സ്ക്വയർ 16, മൈനസ് മൈനസ് കൂടെ പ്ലസ് 3 4 12 പ്ലസ് 5. കൂട്ടിയെടുത്തേ. 16ഉം 12ഉം കൂടെ കൂട്ടിയാൽ 28, അതിനോട് 5 കൂട്ടിയാൽ 33. അപ്പൊ p of -4 നമുക്ക് എത്രയെന്ന് കിട്ടി? 33. അപ്പൊ ഏത് നമ്പറാണ് മൈനസ് ചെയ്യേണ്ടത്? 33 should be subtracted. 33 വേണം എന്ത് ചെയ്യാൻ? കുറയ്ക്കാൻ. 33 should be subtracted. അപ്പൊ പകുതിയായി. ഇനി രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കണ്ടേ? അതിന് പുതിയ പോളിനോമിയൽ എഴുതുക. എങ്ങനെ എഴുതാം പുതിയ പോളിനോമിയൽ? q of x അല്ലെ, പുതിയ പോളിനോമിയൽ എന്താണ്? q of x. എങ്ങനെ എടുക്കാം? x സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. ഇതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക? ഈ കിട്ടിയ ആൻസർ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടാം?
എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് എത്ര വരും 28. 33 5 കുറച്ചാൽ 28. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 28 ഈക്വൽ ടു ആദ്യത്തത് ഏത് തന്നെ എടുക്കുക, ഇതെടുക്കുക. എന്താണ് കിടക്കുന്നത് x പ്ലസ് 4 ഇൻറ്റു രണ്ടാമത്തെ എന്തെന്ന് എടുക്കുക x മൈനസ് a. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ടേ വരൂ. അതിൽ ഒരു പ്രോഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്താണ് x പ്ലസ് 4, അടുത്ത ഫാക്ടർ എന്താണ് x മൈനസ് a. ഇവിടുന്ന് കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യുക. അതായത് ഈ 4ഉം aയും കൂടെ മാത്രം മൾട്ടിപ്ലൈ, മൊത്തത്തിൽ എഴുതണമെന്നില്ല. ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാ 4, ഇവിടുത്തെ എന്താ മൈനസ് a. 4 ഇൻറ്റു മൈനസ് a മൈനസ് 4a. ഓക്കെ, ഇവിടുത്തെ കോൺസ്റ്റന്റ് എടുക്കുക ഏതാ മൈനസ് 28. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ളത് മൈനസ് 28, റൈറ്റ് സൈഡിലുള്ള കിട്ടാൻ എന്ത് ചെയ്യണം, ദാ ഈ ടേമും ദാ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, അതും ഇതും കൂടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ മൈനസ് 4a ഈക്വൽ ടു മൈനസ് 28. അങ്ങനെ എയുടെ വാല്യൂ എന്ത് വരും മൈനസ് 28 ബൈ മൈനസ് 4. രണ്ട് മൈനസും കട്ട് ചെയ്തു. 28 ബൈ 4 എത്രയെന്ന് കിട്ടും 7. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ഫാക്ടർ നമുക്ക് എങ്ങനെ എഴുതാം, സെക്കൻഡ് ഫാക്ടർ ഈക്വൽ ടു x മൈനസ് a എന്നല്ലേ എടുത്തേ, x മൈനസ് a. എയുടെ വാല്യൂ എത്ര കിട്ടി 7. അപ്പോ x മൈനസ് എന്നെന്ന് എഴുതാം 7. അപ്പൊ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ എത്രയെന്ന് കിട്ടി 33 എന്ന് കിട്ടി. ഏത് വെച്ചുകൊണ്ട് 33 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പുതിയൊരു പോളിനോമിയൽ കിട്ടത്തില്ലേ, അതിന്റെ അകത്ത് വരുന്ന സെക്കൻഡ് ഫാക്ടർ എന്തെന്ന് കിട്ടി x മൈനസ് 7 എന്നും കിട്ടി. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതേ പ്രൊസീജിയറിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് തന്നിരിക്കുന്ന പോളിനോമിയൽ ഞാൻ p of x എന്ന് എടുത്തു. സെക്കൻഡ് തന്നിരിക്കുന്ന പോളിനോമിയൽ ഏതാണ് x മൈനസ് 1. ആദ്യം നമുക്ക് ഏത് നമ്പർ ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം, രണ്ടാമത്തെ പോളിനോമിയൽ ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടുന്നു 1. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, p of 1 കണ്ടുപിടിക്കുക. അപ്പോൾ x കിടക്കുന്നിടത്ത് 1 ഇട്ട് കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 1 മൈനസ് 7. അപ്പോൾ 1 പ്ലസ് 5 മൈനസ് 7. 1 5 കൂടെ കൂട്ടി 6, 6 മൈനസ് 7. 6 മൈനസ് 7 എന്താണ്, അപ്പൊ p of 1ന്റെ വാല്യൂ എന്ത് കിട്ടി മൈനസ് 1 കിട്ടി. ഇത് വെച്ചുകൊണ്ട് എന്ത് പറയാം, മൈനസ് 1 ഷുഡ് ബി സബ്ട്രാക്റ്റഡ്. അപ്പൊ കുറയ്ക്കേണ്ട നമ്പർ ഏതാണ് മൈനസ് 1 ഷുഡ് ബി സബ്ട്രാക്റ്റഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം, പുതിയ പോളിനോമിയൽ q of x എഴുതിക്കൂടെ. എങ്ങനെ എടുക്കാം q of x, p of x ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം മൈനസ് 1. അപ്പൊ എങ്ങനെ എടുക്കാം x സ്ക്വയർ പ്ലസ് 5x മൈനസ് 7. ഇതിന്ന് മൈനസ് 1 എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം. അപ്പൊ മൈനസ് ഓഫ് മൈനസ് 1. രണ്ട് മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ്. അപ്പൊ x സ്ക്വയർ പ്ലസ് 5x മൈനസ് 7 പ്ലസ് 1 എന്ത് കിട്ടും മൈനസ് 6. രണ്ട് മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ് ആണെന്നറിയാം. 7 ൽ 1 കുറച്ചാൽ 6, വലുതിന്റെ ചിഹ്നം മൈനസ്. ഇനി നമ്മൾ ഇതാണ് എന്ത് ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ എങ്ങനെ എടുക്കാം, x സ്ക്വയർ പ്ലസ് 5x മൈനസ് 6 ഈക്വൽ ടു എന്തെന്ന് എടുക്കുക, ഇവിടെ കിടക്കുന്ന ഫസ്റ്റ് ഏതാണ്, ഇവിടുത്തെ പോളിനോമിയൽ ഏതാണ്, ഒരു ഫാക്ടർ ഏതാണ് x മൈനസ് 1 ഇൻറ്റു രണ്ടാമത്തെ ഫാക്ടർ എന്തെന്ന് എടുക്കുക x മൈനസ് a എന്നെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി, ഇവിടുത്തെ കോൺസ്റ്റന്റ് നോക്കുക എന്താ മൈനസ് 1. ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാ മൈനസ് a. അപ്പൊ മൈനസ് 1 ഇൻറ്റു മൈനസ് a ഈക്വൽ ടു ഇവിടുത്തെ കോൺസ്റ്റന്റ് മൈനസ് 6. മൈനസ് 1 ഇൻറ്റു മൈനസ് a ഈക്വൽ ടു എന്തെന്ന് വരുന്നു മൈനസ് 6. ആണെങ്കിൽ സെക്കൻഡ് ഫാക്ടർ നമുക്ക് എങ്ങനെ എഴുതാം, സെക്കൻഡ് ഫാക്ടർ ഈക്വൽ ടു a മൈനസ് x മൈനസ് a അല്ലേ. അപ്പോ x മൈനസ് എയുടെ വാല്യൂ എന്താ നടക്കുന്നത് മൈനസ് 6. രണ്ട് മൈനസ് ഒരുമിച്ച് വന്നാ പ്ലസ്. അപ്പൊ ഇതെന്തെന്ന് കിട്ടും x പ്ലസ് 6. അപ്പൊ സെക്കൻഡ് ഫാക്ടർ നമുക്ക് എന്തെന്ന് കിട്ടി x പ്ലസ് 6 എന്ന് കിട്ടി. ഓക്കെ,
ചെയ്തൂടെ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാലൻസ് ഉണ്ട്, അതുകൂടി നോക്കാം. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3, അത് പി ഓഫ് എക്സ്. സെക്കൻഡ് ഏതാണ്? എക്സ് മൈനസ് 1. രണ്ടെണ്ണമാണ് വേണ്ടത്. ഒന്ന് ഏത് നമ്പർ ആണ് മൈനസ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കണം, രണ്ട് സെക്കൻഡ് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? സെക്കൻഡ് പോളിനോമിയൽ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. -1 ഇപ്പുറത്ത് വരുമ്പോ +1. അപ്പൊ x ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കാം? 1 എന്ന് എടുക്കാം. ഓക്കെ, x ഈക്വൽ ടു 1. അടുത്ത p ഓഫ് 1 എന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്ത് വരും? 1 സ്ക്വയർ മൈനസ് 4 into 1 minus 3. 1 into square 1 minus 4 minus 3. ഇതെന്ത് വരും? 1 minus 7. 1 minus 7 എത്രയാ? -6. 1 minus 7 എടുത്താൽ എന്ത് കിട്ടും? -6. അപ്പൊ p of 1 ന്റെ വാല്യൂ എന്തെന്ന് വരുന്നു? -6 എന്ന് വരുന്നു. ഓക്കെ, അപ്പൊ ഒരു പാർട്ട് കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഏത് നമ്പർ ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? -6 should be subtracted. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് പോകും. സെക്കൻഡ് പാർട്ടിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? q ഓഫ് x കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് കണ്ടുപിടിക്കുക? q ഓഫ് x. എങ്ങനെയാ q ഓഫ് x കണ്ടുപിടിക്കുന്നത്? p ഓഫ് x എടുക്കുക, x സ്ക്വയർ മൈനസ് 4x മൈനസ് 3. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? -6. അപ്പോ മൈനസ് ഓഫ് -6. ഇപ്പൊ എന്ത് കിട്ടിയത്? x സ്ക്വയർ മൈനസ് 4x, രണ്ട് മൈനസ് ഒരുമിച്ച് വന്ന പ്ലസ് -3 പ്ലസ് 6 എന്ത് കിട്ടും? +3. അപ്പൊ q ഓഫ് x ന്റെ വാല്യൂ നമുക്ക് എന്തെന്ന് വന്നു? x സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഫാക്ടർ കണ്ടുപിടിക്കണം. എങ്ങനെ എടുക്കാം? q ഓഫ് x ആദ്യം എഴുതുക, x സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 ഈക്വൽ ടു ഒരു ഫാക്ടർ ഏതാണ്? x മൈനസ് 1. അടുത്ത ഫാക്ടർ എന്താണ്? x മൈനസ് a. a കണ്ടുപിടിക്കണ്ടേ? ഇവിടുത്തെ കോൺസ്റ്റന്റ് എടുക്കുക, -1 മൈനസ് a. അപ്പൊ -1 into -a ഈക്വൽ ടു ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാ? 3. -1 into -a, a ഈക്വൽ ടു 3. അപ്പൊ a യുടെ വാല്യൂ എന്തെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. ആണ് ഈ സെക്കൻഡ് ഫാക്ടർ എന്തായിരിക്കും? സെക്കൻഡ് ഫാക്ടർ x മൈനസ് a. a യുടെ അടുത്ത് എന്ത് കൊടുക്കാം? 3. അപ്പൊ ആൻസർ x മൈനസ് 3. അപ്പൊ ഒരു ഫാക്ടർ x മൈനസ് 1, അടുത്ത ഫാക്ടർ എന്താണ്? x മൈനസ് 3. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരുന്നത്. നമ്മൾ 4 ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കി. ഇപ്പൊ പ്രൊസീജിയർ കൃത്യമായിട്ട് പഠിക്കുക. സെക്കൻഡ് ഫാക്ടർ ഈക്വൽ ടു 0, x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആ വാല്യൂ എടുത്ത് ഇവിടെ കൊടുക്കുക, p ഓഫ് x ൽ കൊടുക്കുക. അപ്പൊ നമുക്കൊരു നമ്പർ ആൻസർ ആയിട്ട് കിട്ടത്തില്ലേ? ആ നമ്പർ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സബ്ട്രാക്ട് ചെയ്യാൻ. ആ നമ്പർ p ഓഫ് x ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് q ഓഫ് x കിട്ടും. അതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. ഒന്ന് ക്വസ്റ്റ്യനിലുണ്ട്, അടുത്ത എന്തെന്ന് എടുക്കുക? x മൈനസ് a. എന്നിട്ട് കോൺസ്റ്റന്റ് ടേമുകൾ മാത്രം ആലോചിക്കുക. അതിന്റെ പ്രോഡക്റ്റ് ലെഫ്റ്റ് സൈഡോട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് a യുടെ വാല്യൂ കിട്ടും. അത് വെച്ചുകൊണ്ട് എന്ത് എഴുതാം? സെക്കൻഡ് ഫാക്ടർ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തത് നോക്കി. ഇൻ ദി പോളിനോമിയൽ x സ്ക്വയർ പ്ലസ് kx പ്ലസ് 6, what number must be taken as k to get a polynomial for which x minus 1 is a factor? Find also the other factor of that polynomial. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പോളിനോമിയൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് തന്നിരിക്കുന്ന പോളിനോമിയൽ? p of x equal to x square plus kx plus 6. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന p of x എന്ന പോളിനോമിയൽ. ഇതിന്റെ ഒരു ഫാക്ടർ ആവണം x മൈനസ് 1. ഇതിന്റെ ഒരു ഫാക്ടർ ആവണം എന്ന് പറയുന്നത് x മൈനസ് 1. അങ്ങനെയാണ് k യുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഫാക്ടർ തിയറം ആലോചിക്കുക. p of x a എന്നൊരു നമ്പർ ഉണ്ട്. x മൈനസ് a p of x ന്റെ ഫാക്ടർ ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? p of a should be 0. x minus a p of x ന്റെ ഫാക്ടർ ആവണമെങ്കിൽ p of a എന്താവണം? 0 ആവണം. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് x minus 1 അല്ലേ? അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ x ന്റെ വാല്യൂ എന്ത് കിട്ടും?
1. ഓക്കെ, അപ്പൊ x-1 ഒരു ഫാക്ടർ ആവണമെങ്കിൽ p of 1 എന്തായിരിക്കണം? 0 ആയിരിക്കണം. p of 1 0 ആണെങ്കിൽ x-1 എന്തിന്റെ ഫാക്ടർ ആകും? p of x ന്റെ ഫാക്ടർ ആവും. അപ്പൊ നമുക്ക് p of 1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 1 square plus k into 1 plus 6 equal to 0. 1 ന്റെ സ്ക്വയർ 1 plus k plus 6 equal to 0. ഒന്നും ആറും കൂടെ കൂട്ടിയാൽ 7. അപ്പൊ k plus 7 equal to 0. k equal to എന്തെന്ന് കിട്ടുന്നു? -7. അപ്പൊ k യുടെ വാല്യൂ എന്താണ്? -7 ആണ്. അപ്പൊ p of x നമുക്ക് എന്തെന്ന് എടുക്കാം? p of x equal to x square. k യുടെ വാല്യൂ -7 അല്ലേ? അപ്പൊ -7x plus എന്തെന്ന് വരുന്നു? 6. അപ്പൊ p of x equal to x square minus 7x plus 6. ഓക്കെ, ഇനി എന്തിനാ നമ്മൾ ഇത് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിന് ഒരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇതിന്റെ സെക്കൻഡ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഒരു ഫാക്ടർ ഏതാണ്? x-1. രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കുക. നമ്മൾ കഴിഞ്ഞ 4 ക്വസ്റ്റ്യനും അത് ചെയ്തായിരുന്നു. അതേ മോഡൽ തന്നെ ചെയ്യാം. p of x എന്താണ്? x square minus 7x plus 6 equal to എന്തെന്ന് എഴുതാം? ഒരു ഫാക്ടർ ഏതാണ്? x-1. അടുത്ത ഫാക്ടർ എന്തെന്ന് എടുക്കുക? x-a. ഇനി കോൺസ്റ്റന്റുകൾ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ -1, ഇവിടെ -a. അപ്പൊ -1 into -a equal to ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാ? 6. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 into a equal to എന്തെന്ന് വരുന്നു? 6. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫാക്ടർ എഴുതിക്കൂടെ? എന്താണ് നമ്മൾ സെക്കൻഡ് ഫാക്ടർ ആയിട്ട് എടുത്തേക്കുന്നത്? x-a. യുടെ വാല്യൂ എന്താ? 6. അപ്പോ സെക്കൻഡ് ഫാക്ടർ എന്തെന്ന് കിട്ടും? x-6 എന്ന് കിട്ടും. ഒരേ മോഡലാ എല്ലാ ക്വസ്റ്റിനും ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് ബാലൻസ് ഉള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കി. ഇൻ ദി പോളിനോമിയൽ kx square plus 2x minus 5, what number must be taken as k to get a polynomial for which x minus 1 is a factor? അപ്പൊ നമുക്ക് p of x എന്നൊരു പോളിനോമിയൽ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. എന്താണ് p of x എന്ന് പറഞ്ഞിരിക്കുന്നത്? kx square plus 2x minus 5. p of x എന്താണ്? kx square plus 2x minus 5. What must be, like what number must be taken as k to get a polynomial for which x minus 1 is a factor? k യുടെ വാല്യൂ കണ്ടുപിടിക്കണം. കണ്ടീഷൻ എന്താ? x minus 1 ഒരു ഫാക്ടർ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? x minus 1 equal to 0. x minus 1 equal to എന്തെന്ന് എടുക്കുക? 0. x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. -1 അപ്പുറത്ത് പോകുമ്പോൾ +1. അങ്ങനെയാണെങ്കിൽ p of 1 കണ്ടുപിടിച്ചൂടെ? എന്താ p of 1 വരിക? k into 1 square plus 2 into 1 minus 5. അപ്പോൾ p of 1 ന്റെ വാല്യൂ എന്ത് വരും? k plus 2 minus 5. p of 1 ന്റെ വാല്യൂ എന്താണ്? k plus 2 minus 5. ഇനി നമുക്കറിയാം x minus 1 ഒരു ഫാക്ടർ ആയിട്ട് വരണമെങ്കിൽ p of 1 ന്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതുപോലെ ഇവിടെയും നമുക്ക് 0 എന്ന് കൊടുത്തൂടെ? അപ്പോൾ k plus 2 minus 5 എന്ത് കിട്ടും? -3 equal to 0. ഇവിടുന്ന് k യുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? -3 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? +3. അപ്പോൾ k equal to എന്തെന്ന് കിട്ടി? 3. അപ്പോൾ k യുടെ വാല്യൂ 3 ആണെങ്കിൽ x minus 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോ ഫാക്ടർ തിയറം നമ്മൾ പഠിച്ചു. x minus a p of x ന്റെ ഫാക്ടർ ആണ്. എപ്പോഴാണ്? p of a equal to 0. അത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുക. അപ്പോൾ x minus 1 ഫാക്ടർ ആവണമെങ്കിൽ p of 1 എന്തായിരിക്കണം? 0 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ഒരു സെക്ഷനും കൂടെയാണ് ഈ ചാപ്റ്ററിൽ ബാലൻസ് ഉള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.